ആ ചേട്ടാ, ഞാനിപ്പോ ഇതുവഴി വന്നപ്പോഴാണ് ഈ ഒരു ബോട്ട് കാണുന്നത്. അപ്പൊ ഇതെന്താ മറ്റുള്ള നമ്മളെ അവിടെ ഹൗസ് ബോട്ടൊക്കെ കണ്ട്, അപ്പൊ ഇതിനൊരു പ്രത്യേകമായിട്ടുള്ളൊരു രൂപമൊക്കെ ആണല്ലോ ഈ ഒരു ബോട്ട്. സോളാർ ആണ്. പിന്നെ പ്രത്യേകിച്ച് സോളാർ 30 ആള് കയറുന്നതാണോ? ഓക്കെ. അപ്പോ ഈ സോളാറിൽ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ബോട്ടിന്റെ എല്ലാ പ്രവർത്തനവും സോളാറിലാണോ വർക്ക് ചെയ്യുന്നത്? അതെ, സോളാറിൽ. ഇലക്ട്രിക്കലാണ്. അപ്പോ നമ്മളെ ഈ മറ്റേ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഡീസലും പെട്രോളും. അപ്പൊ ഇത് മൊത്തം ഇലക്ട്രിക്കൽ. ഓക്കെ. അപ്പോ ഈ ഒരു ഇലക്ട്രിക്കലില് ഇതിന്റെ എന്തൊക്കെ വർക്കിംഗ് ആണ് വരുന്നത്? ഇലക്ട്രിക്കൽ സോളാറിൽ ഇതെല്ലാം പ്രവർത്തിക്കും. ലൈറ്റ്, TV, പിന്നെ പാട്ടും കാര്യങ്ങളെല്ലാം. പിന്നെ ഇത് പ്രവർത്തിക്കുന്ന ഈ ഒരു ഇത് വർക്ക് ചെയ്യുന്നതും ബോട്ട് വർക്ക് ചെയ്യുന്നതും എല്ലാം സോളാറിൽ തന്നെ. സോളാറും ബാറ്ററി കറണ്ട്. സോളാറില്ല, വെയിലില്ലെങ്കിൽ ചാർജ് ചെയ്യും. സോളാറിലേക്ക് ഓട്ടോമാറ്റിക് വർക്ക് ചെയ്യും അല്ലേ? അപ്പൊ നിങ്ങള് ഇതിന്റെ ആരാണ്? ഇത് ഡ്രൈവർ സ്രാങ്ക് എന്നാണ് പറയുന്നത്. സ്രാങ്ക് ആണ്. ഓക്കെ. ഏട്ടന്റെ പേരെന്താ? ഭാസ്കരൻ. എവിടെയാ സ്ഥലം? ഞാൻ കുറ്റ്യാടിയ പാലേരി. ഓക്കെ. നിങ്ങളിപ്പോ ആദ്യമായിട്ടാണോ ഈ ഒരു ജോലി, ഈ ഒരു സ്രാങ്ക് എന്നുള്ള ജോലി നിങ്ങൾക്ക് ആദ്യമായിട്ടാണോ ചെയ്യുന്നത്? അല്ലല്ല, ഞാൻ പഴയ 10-25 വർഷമായി. ഇത് അകലാപ്പുഴയല്ലേ? അകലാപ്പുഴ. ഇപ്പൊ ഇവിടെ ഈ ഒരു സിസ്റ്റം വന്നിട്ട് ഇപ്പൊ രണ്ട് വർഷമായിട്ട്. അപ്പൊ ഇതിന്റെ മുന്നേ നിങ്ങൾ എവിടെ വർക്ക് ചെയ്തത്? ഇതിന് മുന്നേ പെരുവണ്ണാമൊഴി. അത് എഞ്ചിൻ ബോട്ട്. എവിടെ? എഞ്ചിൻ പെട്രോൾ ബോട്ട്. ഇപ്പൊ ആദ്യമായിട്ടാണോ ഈ ഒരു സോളാർ സിസ്റ്റത്തില്? മുമ്പ് ഞാനുണ്ട്. അത് പെരുവണ്ണാമൊഴി വന്നപ്പോ സോളാർ ബോട്ട് ഉണ്ടായിരുന്നു. അത് ശരി. അവിടെ അത് ബാങ്കിന്റെ ബാങ്കിന്റെ. ഓക്കെ. അപ്പൊ ഇതിന് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ലൈസൻസോ കാര്യങ്ങളോ എന്തെങ്കിലും വേണ്ട? ലൈസൻസ് വേണം. നമ്മളെ വണ്ടീന്റെ ലൈസൻസ് എല്ലാ പെർമിറ്റുണ്ട്. ഓക്കെ. വണ്ടീന്റെ. ശരി. അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ലൈസൻസിന്റെ ആവശ്യമുണ്ടോ? ബോട്ട് ഓടിക്കാൻ ലൈസൻസ് വേണം. ഡ്രൈവർ വേണം, സ്രാങ്ക് വേണം. സ്രാങ്ക് മതി. അത് ശരി. ഓക്കെ. അപ്പോ ഇതിന്റെ ഈ ഒരു വർക്കിങ്ങിന്റെ എങ്ങനെയാണ് സിസ്റ്റം? അതൊന്ന് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് പറഞ്ഞു തരാൻ പറ്റുമോ? ആ ഒരു എഞ്ചിൻ റൂം അത് വർക്ക് ചെയ്യുന്ന കാണിക്കണോ? അതെ. അതെന്താണ് സാധനം? ഇപ്പൊ നിങ്ങള് ചാവി. ഇതാണോ ചാവി? ഓക്കെ. ഓണാക്കണം. ചാവി ഓണാകും. അത് ശരി. ഇപ്പൊ സോളാറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതിനും സ്റ്റിയറിംഗ് സിസ്റ്റം ആണല്ലേ? ഓക്കെ. അതാണ് വർക്കിങ്ങിന്റെ. കൺട്രോളിങ്ങിന് വേണ്ടി സ്പീഡിന്റെ. സ്റ്റിയറിംഗിന്റെ. സ്റ്റിയറിംഗ്. ശരി. പിന്നെ സ്റ്റിയറിംഗ് കംപ്ലൈന്റ് ആണെങ്കിൽ ഇതിൽ പോകും. ജോയ്സ്റ്റിക്കിൽ വർക്ക് ചെയ്യും. സ്റ്റിയറിംഗ് കംപ്ലൈന്റ് ആണെങ്കിൽ സേഫ്റ്റിക്ക് ഒരു അഡ്വാൻസ്ഡ് ഫീച്ചർ എന്ന് പറഞ്ഞിട്ടില്ലേ? എന്തെങ്കിലും കംപ്ലൈന്റ് പറ്റിയാല്. ശരി. അപ്പോ ഇതിന് എത്ര സ്പീഡിലാണ് ഈ ഒരു നോട്ടിക്കൽ 4 വരെയാണ് മാക്സിമം. 4 പോകില്ല. 3, 2 അതിന് പോകുള്ളൂ. 2 നോട്ടിക്കൽ ഇതിലേ പോകുള്ളൂ. ഇവിടുന്ന് യാത്ര ഈ ഒരു നമ്മളെ ടൂറിസ്റ്റുകളെയും കൊണ്ട് ആ ഒരു സ്പീഡിലേ പോകും. പക്ഷെ ഈ ഒരു ഇതിന്റെ ടോപ്പ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 4 നോട്ട്. അപ്പൊ ഈ ഒരു റൂം എന്തിന്റെ ഉള്ള അതോ? ടോയ്ലറ്റ് ആണ്. അപ്പൊ ടോയ്ലറ്റ് സിസ്റ്റം ഒക്കെ ഇതിൽ തന്നെ ഉണ്ടല്ലേ? അപ്പൊ യാത്രക്കാർക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകില്ല. ഇപ്പൊ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ ഒരു ഇത് വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ അവർക്കുള്ള ആവശ്യങ്ങൾ കാര്യം മുഴുവൻ നടക്കും. അപ്പൊ ഫുഡും കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്താൽ കൊണ്ടുതരും. ഏർപ്പാട് ചെയ്ത് ഇതിന്റെ ഉള്ളിൽ നമുക്ക് കഴിക്കാം. എവിടുന്നും കഴിക്കാൻ പറ്റും. ഓക്കെ. ടേബിളൊക്കെ ഉണ്ട്. ടേബിളുണ്ട്, കസേരയുണ്ട്. ഓക്കെ. ഇപ്പൊ 30 പാസഞ്ചേഴ്സിനുള്ള സൗകര്യമാണോ ഇതിൽ? 30 മുതിർന്ന ആളുകൾ അല്ലേ? ഓക്കെ. ഇവിടെ ഏതൊക്കെ ബോട്ടാണ് ഈ ഒരു അകലാപ്പുഴയിൽ ഉള്ളത്? അകലാപ്പുഴ
ഹൗസ് ബോട്ടും ശിങ്കാര ബോട്ടും ശിങ്കാര ബോട്ട് അല്ലേ? ആ ഓക്കെ. പിന്നെ പെഡൽ ബോട്ട്സ് ഒക്കെ ഉണ്ടല്ലേ? ഇപ്പൊ ഹൗസ് ബോട്ടാണ് കൂടുതലായിട്ടുള്ളത്. അല്ല, ഹൗസ് ബോട്ട് കുറവാണ്. ഇപ്പൊ ഒന്നും ഇറങ്ങിയിട്ടുള്ളൂ, ഒരെണ്ണം ഇറങ്ങിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഇതെല്ലാം ശിങ്കാര ബോട്ട്. ഓക്കെ. അപ്പൊ ഈ ഒരു സോളാറിൽ വർക്ക് ചെയ്യുന്ന ആകെ ഒറ്റ ബോട്ട് മാത്രമേ ഉള്ളൂ ഇവിടെ. ഈ ഒരു ഫെസിലിറ്റി ഉള്ള ഒറ്റ ബോട്ട് മാത്രം. ഓക്കെ. അപ്പോ മറ്റുള്ള ബോട്ടിൽ നിന്ന് അപേക്ഷിച്ച് ഈ ഒരു ബോട്ടിലേക്ക് വരുന്ന സമയത്ത് ഇപ്പൊ ഇതിന് എന്താണ് ഈ ഇതിൽ കയറുന്ന ആൾക്കാർക്കുള്ള അനുഭവങ്ങൾ? എന്താണ്? സൗണ്ട് ഇല്ല, പുകയില്ല, ജെർക്കിംഗ് ഒന്നും ഉണ്ടാവില്ല. നമുക്കിങ്ങനെ ഇതുപോലെ തന്നെ ഒഴുകി പോവാം, നല്ല സുഖമായിട്ട് പോവാം. അപ്പൊ ഈ ഒരു ബോട്ടിൽ എന്തൊക്കെ ഫെസിലിറ്റിയാണ് ഇപ്പൊ ഈ ഒരു ടൂറിസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഫെസിലിറ്റിയാ ഈ ഒരു ബോട്ടിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത്? ജാക്കറ്റ്, അത് സേഫ്റ്റിന്റെ സേഫ്റ്റിക്കായിട്ട് ഇവിടെ ജാക്കറ്റ്സും കാര്യങ്ങളൊക്കെ, പിന്നെ ഉണ്ട്, അതൊക്കെ ഇവിടെ തന്നെ ഉണ്ട് അല്ലേ? സേഫ്റ്റിക്കുള്ള എല്ലാ എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ യാത്രക്കാർ സുരക്ഷയെ പറ്റി യാതൊരുവിധ പേടിയും പേടിക്കേണ്ട. പിന്നെ ഇതെല്ലാം ഒരു വയസ്സ് ആയാലും ഒന്നും പേടിക്കണ്ട, ഒന്നും സംഭവിക്കില്ല. രണ്ട് തോണിയാണ്, അതിലാണ്. രണ്ട് തോണിയാണോ? രണ്ട് തോണി ഫൈബറിന്റെ അതിലാണ് ഫിറ്റ് ആയിരിക്കും. അതിൽ ഫിറ്റ് ആക്കിയാണ്. ഒറ്റ തുണിയല്ല, ഒറ്റ തുണിയാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒലഞ്ഞു കളിക്കും. അപ്പൊ ഇത് രണ്ട് തോണി രണ്ട് സൈഡിലും ഫിറ്റ് ചെയ്തിട്ട് അതിന്റെ മേളില് ഈ ഒരു സിസ്റ്റം ഫുൾ ഫൈബറാണ്. ഓക്കെ. അപ്പൊ നമുക്ക് കുറച്ചുകൂടി സുരക്ഷിതമായിരിക്കും, കാരണം മറിയുന്ന പേടി വേണ്ട, കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഇതില് എന്റർടൈൻമെന്റിന് വേണ്ടിട്ട് എന്തൊക്കെയാ ഉള്ളത്? ലൈറ്റ്, പിന്നെ പാട്ട്, DJ ലൈറ്റിംഗ്, പിന്നെ മൈക്കും കാര്യങ്ങളുണ്ട്. മൈക്കും നമ്മള് കേറുന്ന ആൾക്കാർക്ക് കൂടുതലായിട്ട് എന്റർടൈൻ ചെയ്യാൻ വേണ്ടിട്ട് അവർക്ക് തന്നെ പാട്ട് പാടാം, കരോക്കെ ചെയ്യാനൊക്കെ ഉള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഇതൊക്കെയാണ് ഈ ഒരു ബോട്ടിലെ വിശേഷങ്ങളല്ലേ? ഓക്കെ, ശരി ഏട്ടാ, താങ്ക് യു. എന്റെ പേര് ധനീഷ്.